എന്തോ ഉണ്ടാവോ? ഇപ്പോഴത്തെ കാലത്ത് ഒരു നല്ല വീട്ടിൽ നിന്നൊന്നും ആരും ഒന്നും തരുമൊന്നുമില്ല. നാളെ വിഷു ഒക്കെ അല്ലേ, എന്തോ എനിക്ക് കാണുവാന്ന് ഒന്നും ഇല്ലാഞ്ഞിട്ടാ ദൈവമേ. ഇത് ആരെ വീടാന്ന് ആർക്കറിയാം? ഒന്നും അറിയൂലല്ലോ. ഇവിടെ ആരോ ഉണ്ടോ? കിടന്ന് ഉറങ്ങുകയാണോ? എന്തെങ്കിൽ നാണക്കേടാണോ എന്തേ ചോദിച്ചാൽ? എനിക്ക് അറിയൂല. വിഷു ആകുമ്പോ എന്തേ തരാതിരിക്കോ? പേരും അറിയൂല. ഹലോ, ബെല്ലുമില്ല. ചെറിയ വീടല്ലേ, ബെല്ലൊന്നും ഉണ്ടാവൂലേക്കും. അവിടെ കയറിയിരുന്നാലോ? ഹലോ ചേച്ചിയേ, വിളിച്ചിരിയല്ലോ. ഇപ്പൊ കിടന്നങ്ങ് മയങ്ങിയും പോയി വെയിലായിട്ട്. ആരെ വിളിച്ചത്? ആരെ കാണുന്നില്ല. ആരെ വിളിച്ചത്? എടുത്തിയേ കൊറേ നേരായി ഇവിടെ വന്നിരിക്കുന്നു. എന്താണ്? നാളെ വിഷു ഒക്കെ അല്ലേ, എന്നിട്ട് എന്തോ കിട്ടുമോ അറിയാൻ വേണ്ടീട്ട്. ഒന്നും വിചാരിക്കല്ലേ നിങ്ങള്? ആരുമില്ലേ? അതാ ഒന്നാമത്. പടക്കൊന്നും പൊട്ടിച്ചില്ല. എന്തെങ്കിലും തിന്നാൻ എന്തെങ്കിലും പിന്നെ എന്തൊക്കെയാ? നിങ്ങൾ എവിടുന്ന വരുന്നത്? ഞാന് ഇവിടെ മുക്കത്തുനിന്ന്. ആണോ? എന്തായാലും കിട്ടിയോ വന്ന വഴിക്കൊക്കെ? ഒന്നും കിട്ടിയില്ല. ഞാൻ എവിടെയും കേറിയില്ല. വലിയ വലിയ വീടൊക്കെയാ. ആണോ? വലിയ വലിയ വീട്ടിലൊന്നും എനിക്ക് കേറാനും തോന്നില്ലേ. എന്താ പറയാ, എല്ലാവർക്കും പുച്ഛായിരിക്കും. നമ്മളെ പോലെ ഇഷ്ടണ്ടാവൂല. അതിനെക്കൊണ്ട് ഞാനൊരു ചെറിയൊരു വീട് നോക്കി അവർക്ക് നമ്മളെ ഒരു മനസ്സിലുള്ളത് നമ്മളെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അതുകൊണ്ടാ. കഴിക്കാനൊക്കെ ഭയങ്കര കൊതിയാ. ആണോ? ഓ, വിഷമിക്കണ്ട, നമുക്ക് ഉള്ളേക്കൂട്ട് തരാം കേട്ടോ. നാളെ വിഷു അല്ലേ, വിഷുവിന് വേണ്ടി ഞങ്ങള് വിഷു ആഘോഷിക്കാൻ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഉള്ളൂ. അപ്പൊ അതിന് ഞങ്ങൾക്ക് എടുത്തു വെച്ചതിന് ബാക്കിയുള്ളത് നിങ്ങൾക്ക് തരാം. ഇല്ല, മക്കളൊന്നും ഇല്ല. ഞങ്ങൾ രണ്ടാളും ഉള്ളു ഇവിടെ. അപ്പൊ ചേട്ടൻ പണിക്ക് പോകും, ഞാനിവിടെ വീട്ടിലുണ്ടാവും. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഞങ്ങളെ കണ്ടില്ലേ, ഇത് പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ആകെ പൊട്ടി പൊളിഞ്ഞ വയറിംഗ് ഒക്കെ നോക്ക്, പറ്റ മോശം. അതുണ്ടല്ലേ, എല്ലാം പോയി. അപ്പൊ ഒരു പെരയ്ക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. നല്ല കിട്ടട്ടെ. കിട്ടിയിട്ടില്ല. അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ വീട്ടിലെ എനിക്ക് ആകെ അച്ഛനും അമ്മയായിരുന്നു വയസ്സായ. ഒരു കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ പോവുകയും ചെയ്തു. ആണോ? അവയ്ക്ക് ആരും വീടൊക്കെ പോയി. പിന്നെ അവരെന്തോ പിന്നെ ഇവരൊക്കെ എന്തോ തന്നായിരുന്നു.